തലശ്ശേരി കോടതിക്ക് മുമ്പിൽ വെച്ചിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. അന്നാണ് കേരളത്തിൽ ഈ CRPFൻ്റെ ആദ്യത്തെ അടി തുടങ്ങുന്നത്. പിന്നെ സർവകലാശാല നിയമത്തിനെതിരായിട്ടുള്ള SFI പ്രക്ഷോഭത്തിന് നേരെ. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് മർദ്ദനം പറ്റി. അന്ന് ഞങ്ങളെയൊക്കെ അന്ന് രക്ഷിക്കാൻ പിണറായി എന്ന് ഒക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പിണറായി ഒക്കെയാണ്. അന്ന് ആ പരിപാടി പങ്കെടുത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കടലിൽ തുള്ളി. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പാട്ടിയം ഗോപാൽ, പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കളാണ് രംഗത്ത് വന്ന് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് പല ഘട്ടങ്ങളിലും. ഈ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് താങ്കളിലെ പോലൊരു നേതാവിൻ്റെ വളർച്ച വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ മാറുന്നത്. അതിനിടയിൽ പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘടനാ സമ്മേളന കാലമാണ്. പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴാണ് ഒരു പാർട്ടി കോൺഗ്രസ് കാലത്ത് താങ്കൾക്ക് വലിയൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നൊരു നേതാവ് എന്നുള്ളത് കൊണ്ടാണ് പുതുതലമുറയോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സാന്ദർഭികമായി കടന്നു വന്നത്. അങ്ങനെ വന്ന ഈ കാലത്ത് കേരളത്തിൻ്റെ മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി അടക്കം കേരളത്തിൽ വലിയ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ ആ മാറ്റത്തെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാധ്യമ സമീപനം കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതിനെ ശരിയാം വിധം വിലയിരുത്തുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറിയായി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നേരിടും. എനിക്ക് നേരെ എൻ്റെ ഓർമ്മ ഒരു 4-5 പ്രാവശ്യം ബോംബെറിഞ്ഞിട്ടുണ്ട്. അത് ബോംബെറിഞ്ഞിട്ടാൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന കാറിൻ്റെ ഡോറൊക്കെ തെറിച്ചു പോയി. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ചാണ്ഡീഗറിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് വാടക കൊലയാളികൾ വെടിവെച്ചത്. ആ വെടിവെച്ചപ്പോഴും അവർ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരവരുടെ യജമാനന്മാർക്ക് കൊടുത്ത സന്ദേശം ഞാൻ മരിച്ചു എന്നാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ മരിച്ചിട്ടില്ലെന്ന് വാർത്ത വരുന്നത്. അതിൽ വന്ന് ഡൽഹിയിൽ പിന്നെ അന്ന് ചെന്നൈയിലെത്തി ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സയൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ലണ്ടനിലൊക്കെ പോയി ചികിത്സിച്ചൊക്കെ വന്നു. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതിൽ നിന്നാണ് എന്നെ പാർട്ടി ഓരോ ചുമതലയും ഏൽപ്പിച്ചത്. ആ ചുമതല അനുസരിച്ച് ഒരു ഘട്ടത്തിൽ എന്നെ കേരളത്തിൻ്റെ നിയമസാമാജികനാക്കി. പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽപ്പിച്ചു. ഈ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ കായിക രംഗത്ത് അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക്, ഒരു 10-25 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താ കേരളം? ഓലമേഞ്ഞ വീടുകൾ, കുടിലുകൾ, റോഡുകളില്ല, അങ്ങനെയുള്ളൊരു കേരളമായിരുന്നു. ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന ഈ കാലത്ത് എന്ത് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്നവർ പറയുന്നത് സ്വാഭാവികമായി വരുന്ന കേരളത്തിൻ്റെ ഒരു വളർച്ച മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നാണ്. ഇന്നത്തെ കേരളമായി രൂപപ്പെടുന്നതിൻ്റെ തുടക്കം 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതാണ് ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം മാറ്റം. മറ്റൊന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ് സഹകരണം, ആരോഗ്യം. ഈ രംഗങ്ങളിലെല്ലാം ഒരു ജനകീയ താൽപ്പര്യ സംരക്ഷണത്തിനുള്ള നയങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിച്ചു വന്നു. അങ്ങനെ ഒരു വികസനത്തിൻ്റെ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേരളത്തിൽ ഞാൻ വ്യവസായ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് പുരോഗതിയില്ല, കാർഷിക രംഗത്ത് പുരോഗതിയില്ല. ആ രംഗത്തെ മാറ്റി തീർക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക രംഗത്ത് സമഗ്രമായൊരു മാറ്റം വരുത്തണം. എന്താണ് വ്യവസായത്തിൻ്റെ സംരംഭകർക്ക് കേരളത്തിൻ്റെ തടസ്സം എന്ന് നോക്കി സംരംഭകർക്ക് വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടപ്പിലാക്കുക. ഇവിടെ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് നിക്ഷേപകർ വന്ന് അപേക്ഷ കൊടുത്ത് 2-3 വർഷം കാത്തിരുന്ന് നിരാശരായി തിരിച്ചു പോകേണ്ട ഘട്ടം വന്നു. അതുണ്ടാകാതിരിക്കാനാണ് ഇവിടെ നിയമമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അപേക്ഷ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ അനുവാദം കിട്ടുന്നില്ലെങ്കിൽ ഡീംഡ് പെർമിഷനായി കണക്കാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തുടങ്ങാം.
പിന്നെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. അപേക്ഷ കൊടുത്ത ഡേറ്റും അതിൻ്റെ കാര്യങ്ങളും. എന്ന് വെച്ചാൽ EP പറയുന്നത് ഈ ഭരണ തുടർച്ച കൊണ്ട് മലയാളി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മാറ്റം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരിക്കെ ഇത്തരം അടിത്തറ പാകുന്നു. അവിടെ നിന്ന് 21 വന്ന രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു മാറി എന്നാണ്. അതെ, ഒരു തുടർച്ചയാണത്. ആദ്യത്തെ ഗവൺമെൻറ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ഥിതി വെച്ചുകൊണ്ട് സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഠിനമായ പരിശ്രമം നടത്തി. പിന്നീട് വന്ന ഗവൺമെൻറ് അതിൽ നിന്ന് കുറേ കൂടി അതിവേഗത്തിൽ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ അതിവേഗത്തിലുള്ളൊരു കുതിപ്പിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ മേഖലയിൽ പരിഹാരം കണ്ടെത്താൻ വ്യവസായങ്ങൾ ഉണ്ടായേ പറ്റൂ. വ്യവസായ നിക്ഷേപകർ വരണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, കേരളം നിക്ഷേപത്തിന് പറ്റിയ അന്തരീക്ഷമല്ല. ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല. ഇവിടെ നിക്ഷേപിക്കരുത്, ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന ആളുകൾ തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലം വരെ ഉണ്ടായില്ല. ഇപ്പോൾ നിക്ഷേപ സംരംഭകത്തിൽ സമ്മേളനത്തിലൊക്കെ എല്ലാ പാർട്ടിക്കാരും പങ്കെടുത്തു, വളരെ സന്തോഷം. പക്ഷെ 2 മാസം മുമ്പ് എന്താണ് അവർ പറഞ്ഞത്? നിക്ഷേപകർ ഇങ്ങോട്ട് വരരുത്, ഇവിടെ നിക്ഷേപ സൗഹൃദമല്ല, ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല, ഇവിടെ കൊടികുത്തി പൂട്ടിക്കും. എവിടെയെങ്കിലും ഒരു വ്യവസായം കഴിഞ്ഞ 8.5 ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യവസായം കൊടികുത്തിയിട്ട് പൂട്ടിച്ചിട്ടുണ്ടോ? എന്നാൽ പല വ്യവസായങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ലേ? പൊതുമേഖലാ വ്യവസായങ്ങൾ പ്രവർത്തിപ്പിച്ചില്ലേ? ഇതുപോരാ. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ നിക്ഷേപം വരണം. നമുക്ക് കേരളത്തിൽ നമ്മുടെ സ്ഥിതി എടുത്ത് നോക്കിയാൽ നമുക്ക് പണമില്ല, പണം വേണം. നമുക്ക് ടെക്നോളജി ഇല്ല. നമുക്കില്ലാത്തത് നമ്മുടെ ഉള്ള സ്ഥലത്ത് വാങ്ങി പുരോഗതി കൈവരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് നിക്ഷേപകരെ ആകർഷിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നമുക്ക് വാങ്ങണം. അത് വാങ്ങി കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്തണം. അതാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംരംഭകർക്ക് കേരളത്തിലേക്ക് വന്ന് സംരംഭകരാകാൻ കഴിയുന്ന ആത്മവിശ്വാസം പകരുന്ന നിലയിൽ നമ്മുടെ നിയമസഭ നിയമനിർമ്മാണം നടത്തി, റൈറ്റ്? അതൊരു വലിയ മാറ്റത്തിന് വിധേയമായി. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് നയം അന്ന് സർക്കാർ രൂപീകരിച്ചത് 2016 കണക്കനുസരിച്ച് വളരെ തുച്ഛമായിരുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം. അവിടെ നിന്നൊരു വലിയ കുതിപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴുള്ളത്. ഇതിന് മാറ്റം വരുത്തിയത് ആ കാലം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് നയമാണോ? അന്നത്തെ കാലഘട്ടത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടേ അന്ന് ചെയ്യാൻ കഴിയും. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് നിർവഹിച്ചു. തുടർച്ചയായി വരുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ അന്ന് വളരെ ചുരുക്കം സ്റ്റാർട്ടപ്പുകൾ മാത്രമേ എന്നുള്ളൂ. ഇത്രമാത്രം ഒരു വികാസ രംഗത്തായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിൻ്റെ വികാസ രംഗം ലോകത്തിലാകെ വളർന്നു വരുമ്പോൾ അതിനെ പൂർണ്ണമായും സ്വീകരിച്ച് സ്വാംശീകരിച്ച് അത് കേരളത്തിൽ പ്രയോഗിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരികയാണ്. നമുക്ക് ലോകത്തിൽ പല രാജ്യങ്ങളും വളർന്ന് വികസിക്കുകയില്ലേ? ആ വികസനത്തോടൊപ്പം നമ്മളും പോകണ്ടേ? നമ്മൾ ഇന്നും ഈ ദരിദ്രരായി പട്ടിണി കിടന്ന് നശിക്കാൻ ജനിച്ചവരാണോ? നമുക്ക് മാറ്റമുണ്ടാക്കണ്ടേ? നമ്മുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? കാർഷിക രംഗത്തുള്ള ഒട്ടനവധി ഭൂപ്രശ്നം പരിഹരിച്ചു. ഇനി പുതിയ വ്യവസായ സംരംഭങ്ങൾ. നമ്മുടെ യുവാക്കളുടെ പ്രധാന പ്രശ്നം തൊഴിൽ രഹിതരായ കേരളീയരാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം തൊഴിൽ രഹിതരില്ലാത്ത കേരളമാണ്. എങ്ങനെ തൊഴിൽ രഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കും? അതിൽ സുപ്രധാനമായ പങ്ക് വ്യവസായങ്ങൾക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ